ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഞാനിന്ന് വന്നിട്ടുള്ളത് ഡേ മൈ ലൈഫിൻ്റെ ഒരു വീഡിയോയുമായിട്ടാണ്. ഞങ്ങളിന്ന് ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഉമ്മാൻ്റെ വീട് വൈലത്തൂർ കരിങ്ങപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ അടുത്ത് തന്നെയാണ്, വലിയ ദൂരമൊന്നുമില്ല. അപ്പം ഞങ്ങൾക്ക് ഉമ്മാൻ്റെ വീട്ടിൽ 3 മൂത്തന്മാരും 2 അമ്മമാരാണ് ഉള്ളത്. മൂത്തന്മാരിൽ ഒരു മൂത്തമ്മ 1 വർഷം മുന്നേ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മൂത്തമ്മാൻ്റെ 1ാമത്തെ ഓർമ്മ ദിവസം കൂടിയാണ് ഇന്ന്. അപ്പോൾ അത് അമ്മോൻ്റെ വീട്ടിൽ വെച്ചിട്ട് കഴിക്കണ്. മൂത്തമ്മക്ക് കുട്ടികളൊന്നുമില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പോവുകയാണ്. ഞങ്ങളെല്ലാവരും വെച്ചാൽ നാത്തൂമാരും മിത്താത്തിയും പിന്നെ അതുപോലെ തന്നെ മറ്റേ മൂത്തമ്മാൻ്റെ മക്കളും മരുക്കളും അമ്മമാരെ മരുക്കളും മക്കളും എല്ലാവരും ഉണ്ട്. പുറത്തുനിന്നൊന്നും അധികം ആളൊന്നുമില്ല. ഇപ്പോൾ കൊറോണയുടെ ടൈം ആയതുകൊണ്ട് എവിടെ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. ഞങ്ങൾ മൂത്തന്മാരെയും അമ്മമാരെയും മക്കളും മരുക്കളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പം നമ്മളവിടെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ അമ്മമാരെ കാക്കാന്നാണ് വിളിക്കുക. ചെറിയ കാക്കെന്ന് വലിയ കാക്കാന്നാണ്. അപ്പം ഞങ്ങൾ ചെറിയ കാക്കാൻ്റെ വീട്ടിലെത്തി തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ചെറിയ കാക്കാൻ്റെ വീട്. അപ്പം ഞങ്ങളിവിടെ കയറണമൊന്നുമില്ല, എല്ലാവരും വന്നിട്ടുണ്ട്. നേരെ അല്ലെങ്കിൽ തന്നെ വൈകിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ വലിയ കാക്കാൻ്റെ വെച്ചിട്ടാണ് പരിപാടി. അപ്പോൾ വലിയ കാക്കാൻ്റെ അടുത്ത് പോകാമെന്ന് വിചാരിച്ച് നമുക്ക് തിരിച്ച് വരുമ്പോൾ ഇവിടെ കയറാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങൾ വലിയ കാക്കാൻ്റെ അടുത്ത് പോവുകയാണ്. ഞങ്ങളെല്ലാം കുറച്ചൊക്കെ ആളുണ്ടായതുകൊണ്ട് മുറ്റത്ത് ചെറിയ രീതിയിലൊക്കെ പന്തലൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ മൗലൂദ് ഉള്ളതാണ്. അപ്പം മൗലൂദൊക്കെ കഴിഞ്ഞതിന് ശേഷം ചോറൊക്കെ വിളമ്പാണ്. ബിരിയാണിയാണ്, ചിക്കൻ ബിരിയാണിയാണ്. അതിക്ക് ബീഫ് വരട്ടിയതാണ് ഉള്ളത്. പിന്നെ തേങ്ങാച്ചോറ് വെക്കും ഞങ്ങളിവിടെ. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, ഉമ്മാൻ്റെ വീട്ടിലെല്ലാവർക്കും. അപ്പോൾ തേങ്ങാച്ചോറും അതിക്ക് ബീഫ് കറിയുണ്ട്. പിന്നെ അതിക്ക് മധുരമായിട്ട് പായസമാണ് വെച്ചിട്ടുള്ളത്. നല്ല സേമി പായസം ഉണ്ട്. അപ്പം അതൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഭക്ഷണം കഴിക്കലൊക്കെ തുടങ്ങിയിരിക്കണ്. ഞങ്ങളെ ഭക്ഷണം കഴിക്കലൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. അധികം ആളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ വേഗം കഴിഞ്ഞൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച്. അമ്മായിൻ്റെ അടുത്ത് പല വൃക്ഷ തൈകളൊക്കെ ഉണ്ടാവും. അതൊക്കെ കാണണമെന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അമ്മായിൻ്റെ അടുത്ത് വെള്ളം കലക്കണ നാരങ്ങയാണ്. ചെറുനാരങ്ങല്ല, വെള്ളം കലക്കണ നാരങ്ങ നനക്കണൊരു നാരങ്ങ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച്. അപ്പോൾ അമ്മായി ഇതിന്മേൽ നല്ല പുറത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ വരുമ്പോൾ എല്ലാവർക്കും തരാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് പൊട്ടിക്കാന്നൊക്കെ വിചാരിച്ച്. അപ്പോൾ ഞങ്ങൾ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നല്ല വലിപ്പം വെക്കണ നാരങ്ങയാണിത്. ഇതിൻ്റെ കൊമ്പ് കുത്തലാണെന്നാണ് അമ്മായി പറഞ്ഞത്. അമ്മായി കൊമ്പ് കുത്തിയതാണ്. അങ്ങനെ ഇതിന് ഒത്തിരി ഉണ്ട്. അപ്പോൾ ഞങ്ങളിതൊക്കെ പൊട്ടിച്ചൊക്കെ ചെയ്ത് അപ്പോൾ ഞങ്ങൾ കുറച്ചൊക്കെ പൊട്ടിച്ച് കൊടുന്ന് വെച്ചാൽ ഇതിട്ട് വെള്ളം കലക്കാൻ മാത്രമൊന്നല്ല ഉപയോഗിക്കണേ. അമ്മായി അച്ചാറൊക്കെ ഇട്ടിട്ടുണ്ട്. നാരങ്ങൊക്കെ പൊട്ടിച്ച് കൊടുന്നതിന് ശേഷം ഇവിടെ തോട്ടത്തിലൊരു കുളമുണ്ട്. ഒരു സൈഡിക്ക് തോട്ടാണെങ്കിലും ഒരു സൈഡിക്ക് പാടം കൂടിയാണ്. അപ്പോൾ പാടത്തിൻ്റെ അരുവിലായിട്ട് കാക്ക ഒരു കുളമൊക്കെ ഉണ്ടാക്കിച്ചിട്ടുണ്ടായിരുന്നേ. ഒരു 3 വർഷമായിട്ടുണ്ടാവും ഈ കുളം ഉണ്ടാക്കിയിട്ട്. ഒരു സൈഡിക്ക് ഇങ്ങനെ കിണർ ഷേപ്പിലായിട്ടാണ്. പക്ഷേ അയച്ചിട്ട് ആയൊന്നുമില്ല. എല്ലാവരും നീന്തൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളൊക്കെ. അതിന്ന് ഇവർ അലക്കാനൊക്കെ വരും. പിന്നെ ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ടാണ്. അല്ലെങ്കിൽ മേലൊക്കെ നല്ല പൊന്തി വരികയൊക്കെ ചെയ്യും. നല്ല രസമാണ് കാണാനൊക്കെ. അതിൻ്റെ അരുവിലായിട്ട് തന്നെ ഒരു അമ്പായങ്ങൻ്റെ മരമൊക്കെ ഉണ്ട്. അപ്പോൾ അതിമൊക്കെ ഞങ്ങൾ നോക്കിയപ്പോൾ നല്ല അമ്പായങ്ങൊക്കെ ഉണ്ട്. ഇവർ പൊട്ടിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഇവിടെ പിന്നെ വേറെ മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിമന്ന് പൊട്ടിച്ചിട്ടുണ്ടാവുള്ളൂ ഈ കാരം. ഇത് ഇനി അമ്മായി മൂക്കാനൊക്കെ എടുത്തുവെച്ചത്. അമ്പായങ്ങ പോയിത്താൽ നല്ല രസമാണ്. അപ്പോൾ പഴുക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണെന്ന് തോന്നുന്നത്. ഒരുപാടെണ്ണം ഉണ്ട്. പിന്നെ ഒരു സൈഡിൽ പാടാണ്. ഈ പാടത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയ സ്ഥലമാണ്.
എന്താ വെച്ചാൽ ഈ പാടത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇതിന് ഇവിടെ വീടുകളൊന്നുമില്ല. പാടം തൂർത്തുകാണ്ട് തെങ്ങ്, അതുപോലെ കപ്പ, വായ, ഇതൊന്നും ഇവിടെ ആരും ഉണ്ടാക്കിയിട്ടില്ല. പാടം അങ്ങനെ തന്നെ കിടക്കണ്. നെല്ല് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. നല്ല ഭംഗിയാണ് ഇത് കാണാന്. ഇത് ഒരു കുണ്ടുള്ള ഏരിയ ആയതുകൊണ്ട് വെള്ളം വേഗം ആവും. ഇവിടേക്ക് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം നല്ല പൊന്തി വരും. അതുകൊണ്ടാണ് ഇവിടെ ആരും വീടൊന്നും വെക്കാത്തതെന്നാണ് പറയണത്. നല്ല രസമാണ് ഇത് കാണാൻ. ഇപ്പോഴുള്ള പാടത്തൊക്കെ ആകെ വീടുകളും തെങ്ങുകളൊക്കെയാണ് വെച്ചുപിടിപ്പിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇതിങ്ങനെ കിടക്കുന്നത് അപൂർവം സ്ഥലങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ കാര്യം. അപ്പോൾ പാടമൊക്കെ കണ്ട് ഞങ്ങൾ തോട്ടത്തിൽ തന്നെ കയറുകയാണ്. അവിടെ ഒരുപാട് മോളുമാരാണ് കാര്യമായിട്ടുള്ളത്. വെള്ള മോള്, നല്ല ഭംഗിയാണ് ഈ മോള് കാണാനൊക്കെ. ഇതാണ് അമ്മായിൻ്റെ അടുത്തുള്ള മെയിനായിട്ടുള്ളത്. ഇത് ഈ തോട്ടം ഫുള്ളായിട്ട് അമ്മായി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അമ്മായിൻ്റെ അടുത്ത് നല്ല ചെടിച്ചട്ടിയും ചെടിയൊക്കെ നല്ല ഉണ്ടാക്കണ ആണ്. ഇതൊക്കെ അമ്മായി ഉണ്ടാക്കിയാണ് ചെടിച്ചട്ടി. പിന്നെ വേറെ ചട്ടിയും കൂടി ഇതാ അമ്മായി ഉണ്ടാക്കിയത് തന്നെയാണിത്. നല്ല ഭംഗിയാണ് കാണാൻ. ഇതിൽ പത്തണി ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പത്തണിപ്പൂവും എട്ടണിപ്പൂവും ഒക്കെയാണ് ഇതിൽ. നല്ല രസമുള്ളൊരു ചട്ടിയാണ്. നല്ല ഡിസൈൻ കൊടുത്ത് കണ്ടാണ് അമ്മായി ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഒത്തിരി ചെടികൾ, ആദ്യം നല്ല ചെടി ഉണ്ടായിരുന്നു. ഇപ്പം ചെടി നല്ല കുറവാണ്. അപ്പം അമ്മായി ഈ ഒരു പച്ചക്കറിമൊക്കെ തിരിഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഇതൊക്കെ ചെടിയൊക്കെ ഇപ്പം മരക്കളൊക്കെയാണ് നോക്കി നടത്താറ്. അപ്പം ഇവിടേക്ക് വന്നവര് ഏകദേശമൊക്കെ ആൾക്കാരൊക്കെ ചെടിയൊക്കെ കൈക്ക് പിടിച്ചിട്ടാണ് പോണതൊക്കെ. എല്ലാവരും ചെടിമെന്ന് കൊമ്പൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ അമ്മായി വെച്ച് പിടിപ്പിക്കുകയാണ്. പപ്പായൻ്റെ തെയ്യ്, മുളക് തെയ്യ്, അതുപോലെ തന്നെ വഴുതളങ്ങ തെയ്യ്, തക്കാളി തെയ്യ്, ഇതൊക്കെ കവറിലാക്കി വെച്ചിട്ടുണ്ട്. അമ്മായിക്ക് ഇങ്ങനെയുള്ളതിനോടൊക്കെയാണ് ഏറ്റവും ഇഷ്ടം. അപ്പം അമ്മായി ഇതൊക്കെ വെച്ച് പിടിപ്പിക്കാറുണ്ട്. ഇതൊക്കെ ഇപ്പം കവർക്ക് മാറ്റി കുത്തിയതാണ്. ആദ്യം അമ്മായി വേറൊരു പാത്രത്തിലാണ് ഒക്കെ പാകലാണ്. അതിന്ന് വലിപ്പം വെച്ചതിന് ശേഷം കവറിലാക്കണമെന്ന് തോന്നുന്നത്. കാരണം ഇവിടെ ഓരോ പാത്രങ്ങളൊക്കെ ഇരിക്കണേ. ഇതിൽ ഇനി കുറഞ്ഞ തൈകളേ ഉള്ളൂ. ബാക്കിയൊക്കെ കുഴിച്ചിട്ടിക്കണേ. പിന്നെ മണ്ണൊക്കെ കിളർത്തിക്കാണ്ട് അവിടെ ചീരൊക്കെ പാകിയിട്ടുണ്ട്. ചുവന്ന ചീരയാണ് തോന്നുന്നത്. ഒക്കെ പാകിക്കണേ. ഇത് വേറെ സൈസ് ഉണ്ട വെള്ളമോളാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതൊക്കെ ചീരയാണ്. ചീരൊക്കെ മുളച്ച് വരുന്നേ ഉള്ളൂ. വഴുതനങ്ങ തൈ ഒരുപാടുണ്ട്. ഇതിമ്മ ഇപ്പം കായ്ച്ചിട്ടില്ല എന്ന് തോന്നണൊന്നും കാണണമൊന്നുമില്ല. വെള്ളമുളക് മാത്രമൊന്നല്ല ഇട്ടാ, പച്ചമുളകും ഉണ്ട് അമ്മായിൻ്റെ അടുത്ത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ അതേ ഐറ്റം മുളകും വേറെ സൈസ് പച്ചമുളകൊക്കെ ഉണ്ട്. ഇത് വേറൊരു ഐറ്റം പച്ചമുളകാണ്. ഇത് പിന്നെ നമ്മളെ കടയിൽ നിന്നൊക്കെ വാങ്ങണ സാധാ പച്ചമുളക്. പിന്നെ മലായി ചപ്പ്, ഇങ്ങനെയുള്ള എല്ലാ സാധനവും അമ്മായിൻ്റെ അടുത്തുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒത്തിരി ചെടികളും ഉണ്ട്. അമ്മായി വെച്ച് പിടിപ്പിക്കലുണ്ട്. ഇവിടെ വന്നവരൊക്കെ ചെടി മാത്രമൊന്നുമല്ല കേട്ടോ, ഈ മുളകും നുള്ളുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മുളക് നുള്ളലും ഒക്കെയാണ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇത് കറാമ്പൂവിൻ്റെ മരമാണ്. ഇതിമേൽ ഒത്തിരി കായ്ക്കലൊക്കെ ഉണ്ട്. ഇപ്പം അതിൻ്റെ സീസൺ അല്ലാന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഇവിടെ 2 മരം ഉണ്ടത്. ഇത് നല്ല കായ്ക്കൊക്കെ ചെയ്യലുണ്ട്, നല്ല പൂടലുണ്ട്. റാമ്പൂ നമ്മൾ ഉണക്കിയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയൊക്കെ ചെയ്യും. നല്ല വലിയ മരമാണ്. പിന്നെ ജാതിക്ക പിന്നെ ഇവിടെ തോട്ടമായതുകൊണ്ട് ഒരുപാടുണ്ട് ജാതിക്ക മരമൊക്കെ. അതൊക്കെ കാക്കയാണ് വെച്ച് പിടിപ്പിക്കാറ്.
ഇതും വലിയ മരയിക്കണേ. ജാതിക്ക കഴിച്ചിട്ടുണ്ട്, പക്ഷെ മൂത്തിട്ടൊന്നുമില്ല. പിന്നെ ബാദോളി നല്ല വണ്ണം ഉണ്ട് ഇതിമേല്. പക്ഷെ ഞങ്ങൾ ഇതിമേ കൊണ്ടുപോകാറൊക്കെ ഉണ്ട്. ഇപ്പം ഞങ്ങൾ പൊട്ടിച്ചിട്ടൊന്നുമില്ല, കാരണം മൂത്തിട്ടൊന്നുമില്ല. ഇളയതാണ്, മൂപ്പായി വരുന്നേ ഉള്ളൂ. മൂത്താൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കൊടുത്തേക്കൊക്കെ ചെയ്യൂട്ടാ. പിന്നെ നമ്മൾ നേരത്തെ കണ്ട വെള്ളം മുളയിട്ട് അമ്മായി ഇത് സുർക്കിലിട്ട് വെച്ചതാണ്. ഇതൊക്കെ അമ്മായിൻ്റെ സ്പെഷ്യലാണ്. ഇത് വെള്ളമുള സുർക്കിലിട്ട് വെച്ചതാണ്. ഇനി സുർക്കിൽ നിന്ന് എരി പോയതിന് ശേഷം അമ്മായി ഇത് വേറെ കുപ്പിക്കൊണ്ട് മാറ്റി വെക്കും. എന്നിട്ട് ഇത് ഉണക്കിയിട്ട് പൊരിക്കുകയൊക്കെ ചെയ്യും. നല്ല രസമാണ് അത് അങ്ങനെ തിന്നുമ്പോൾ. അപ്പോൾ എരിവൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ കണ്ടില്ല അമ്പായങ്ങ മരം, അയിമെന്ന് അമ്പായങ്ങൊക്കെ പൊട്ടിച്ച് കൊടുത്തിട്ട് അമ്മായി ഉപ്പിലിട്ട് വെച്ചതാണ്. അപ്പോൾ ഉപ്പിലിട്ട് വെച്ചത് കണ്ട നല്ല ടേസ്റ്റാണ്. അതിലേക്ക് മുളകൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് തിന്നാനൊക്കെ നല്ല രസമുള്ളതാണ്. അതൊക്കെ അമ്മായി വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും എടുത്ത് തരും. അപ്പം ഞങ്ങൾക്ക് എടുത്ത് തന്നാണ്. പിന്നെ വെള്ളം കലക്കണ നാരങ്ങയാണിത്. അപ്പോൾ അമ്മായി ഒന്ന് ഉപ്പിലിട്ട് വെച്ചാണ് മുളകൊക്കെ കീറിക്കാണ്ട്. നല്ല രസമുണ്ട് ഇതും. അപ്പോൾ അമ്മായിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഞങ്ങൾക്ക് വന്നാൽ എല്ലാവർക്കും ഇത് കൊടുക്കണതൊക്കെ ഉണ്ടാവും. ഇത് അച്ചാറിട്ടതാണ് അമ്മായി. അതേ നാരങ്ങ തന്നെയാണ് അച്ചാറിട്ട് വെച്ചിരുന്നത്. ഇതും തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. അമ്മായിൻ്റെ സ്പെഷ്യല് ഇത് ചക്കയാണ്. ചക്ക അമ്മായി ചെറുതാക്കി ചീളാക്കിയിട്ട് ഉപ്പും മുളകും പൊടി ഇട്ട് ഉണക്കി വെച്ചതാണ്. അപ്പോൾ ചക്കയില്ലാത്ത കാലത്തൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കി വെച്ചതാണ്. ഇങ്ങനെ ഇത് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തി വെച്ചതിന് ശേഷം നമ്മൾ ഇത് ഊറ്റിയെടുത്തുകൊണ്ട് കടകിട്ട് മുളകൊക്കെ ഇട്ടുകൊണ്ട് ഉണ്ടാക്കലാണ്. നല്ല രസമാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് തന്നെ പൊരിച്ചെടുക്കും ചെയ്യാം. അപ്പോൾ അമ്മായി ഇത് പൊരിച്ച് വെച്ചും ചെയ്തിട്ടുണ്ട്. എന്താ പൊരിച്ചതാണിത്. പൊരിക്കുമ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തൊന്നും വേണ്ട. അത് കടകിടുമ്പോൾ മാത്രം വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ട് കണ്ട് ഉണ്ടാക്കിയാൽ മതി. നല്ല രസമുണ്ട്. ചക്കയില്ലാത്ത കാലത്തൊക്കെ നമുക്ക് അപ്പം ഉണ്ടാക്കാനൊക്കെ പറ്റും. ഇത് കാക്കാൻ്റെ സ്പെഷ്യല് മീൻകുയ്യാണ്. കാക്ക ഉണ്ടാക്കിയതാണ്. ഇതിൽ ഒരുപാട് മീനുണ്ടായിരുന്നു, കുറേ ചത്ത് പോയി എന്നൊക്കെ പറഞ്ഞ്. ഇപ്പോൾ കണ്ണനി പൊരിക്ക് അങ്ങനെയുള്ള മീനുകളൊക്കെയാണ്. പക്ഷെ അങ്ങനെ കാണണമൊന്നുമില്ല. ഓട്ടൊക്കെ ഇട്ടിട്ട് അതിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കാൻ തോന്നുന്നു. അങ്ങനെ മീൻ കാണണമൊന്നുമില്ല. ഞങ്ങൾ ആ അമ്മോൻ്റെ വീട്ടിൽ നിന്ന് പോരാൻ നിന്നപ്പോഴാണ് മറ്റേ ചെറിയ മോനക്ക് വീട് പണിയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു നമ്മൾ. കാരണം എപ്പോഴെങ്കിലൊക്കെ അല്ലേ പോകുള്ളൂ. അപ്പോൾ പോകുമ്പോൾ എല്ലായിടത്തുനിന്ന് പോകും. അപ്പോൾ വീട് പണിയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയിക്കാണ്ട് എല്ലാവരും പോയിക്കണേ വീടൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെയൊക്കെ പോയിക്കാണ്ട് ഞങ്ങൾ ചെറിയ കാക്കാൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ചെറിയ കാക്കാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ചെറിയ കാക്കാൻ്റെ വീട്ടിലുണ്ട് നല്ല ചെടികളൊക്കെ. കാക്ക ആദ്യമൊക്കെ നല്ല ചെടി ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ കാക്കാക്ക് അങ്ങനെ ടൈമൊന്നും കിട്ടാത്തതുകൊണ്ട് ചെടിയൊന്നും ഉണ്ടാക്കാറില്ല. രാവിലെ പോയാൽ വൈകുന്നേരം വരുള്ളൂ, കടയിലേക്ക് പോകണതുകൊണ്ട്. ഇപ്പോൾ കാക്കാൻ്റെ അടുത്ത് സപ്പോട്ട, മൂച്ചിത്തൈ അങ്ങനെയുള്ള ഒട്ടുമൂച്ചൊക്കെയാണ് ഉള്ളത്. അങ്ങനെയുള്ളതൊക്കെ വെച്ച് പിടിപ്പിക്കലൊക്കെ ഉണ്ട്. സപ്പോട്ടമ്മലൊക്കെ കായ്ച്ചിട്ടൊക്കെ ഉണ്ട്. ചെറിയ മരമാണ്, എന്നാലും ഒട്ടായതുകൊണ്ട് വേഗം കായ്ച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ ബാദോളി നാരങ്ങ, ഒത്തിരി ഉണ്ട്. ഇവിടുന്ന് തന്നെ ഞങ്ങൾ പൊട്ടിക്കലൊക്കെ ഉണ്ട്. കാക്ക കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഞങ്ങളെല്ലാവരും കുറേ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം മൂത്തിട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ആരും പൊട്ടിച്ചിട്ടില്ല. ഞങ്ങളാരും ചെറുള്ളാണ്, മൂപ്പായി വരുന്നേ ഉള്ളൂ. പിന്നെ എവിടെയുണ്ട് കാക്കാൻ്റെ അടുത്തുണ്ട് ജാതിക്കൻ്റെ മരമൊക്കെ. ജാതിക്കൻ്റെ മരത്തമ്മിലതാ ജാതിക്കൊക്കെ കായ്ച്ച് നിൽക്കുന്നുണ്ട്, മൂത്തിട്ടൊന്നുമില്ല. ഇവിടെ പിന്നെ സ്പെഷ്യലായിട്ടുള്ളത് റംബുട്ടാൻ്റെ മരമുണ്ട്. അതിന് ഒത്തിരി കായ്ച്ചിലുണ്ട്. ഇപ്രാവശ്യം അങ്ങനെ കായ്ച്ചിട്ടില്ല എന്നാണ് പറയണത്. കായ്ക്കുമ്പോൾ എല്ലായിടത്തേക്കും ഇഷ്ടംപോലെ കൊണ്ടുപോകാനൊക്കെ പറ്റും. കാരണം ഒരുപാട് ഇതിമ ഉണ്ടാവാറുണ്ട്. നല്ല കായ്ക്കണ മരമാണ്. പിന്നെ കാക്കാക്ക് മീനിനോടൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ പിന്നെ ഒരു അക്വേറിയൊക്കെ ഉണ്ട് വീടിൻ്റെ മുറ്റത്തിൻ്റെ ഒരു ഷെയ്ഡിൽ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ മോനക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവനിങ്ങനെ നോക്കി നിൽക്കുകയാണ്. നല്ല ഫാൻസി മീനൊന്നല്ല തോന്നുന്നു, സാധാ മീൻ എന്താ കൊടുന്നാക്കിയാന്നാണ് തോന്നുന്നത്.
ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ മുൻവശത്തേക്ക് തോട്ടാണ്, ബാക്കിക്ക് നമ്മൾ മുറ്റത്തുനിന്ന് ഇറങ്ങുന്നത് നേരെ പാടത്തേക്കാണ്. അപ്പം നല്ല ഭംഗിയാണ് ഇവിടെ കാണാനൊക്കെ. കണ്ട ബാക്ക് ഭാഗത്ത് പാടാണ് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയൊരു പാടം കൂടിയാണ്. കാരണം വീടുകളും തെങ്ങ് അങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഫ്രീ ആയി കിടക്കുന്ന ഒരു പാടം കൂടിയാണ്. അപ്പം നല്ല ഇഷ്ടമാണ് എനിക്ക് ഇവിടെ വന്ന് നിൽക്കാൻ. നല്ല കാറ്റൊക്കെ ഉണ്ടാവും. എല്ലാവർക്കും ഇഷ്ടമാണ് ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കാനൊക്കെ. നല്ല കാറ്റുണ്ടായതുകൊണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലം കൂടിയാണിത്. അപ്പോൾ എനിക്ക് ഇനിയും ഇവിടെ നിന്ന് ഒത്തിരി വീഡിയോ ഒക്കെ എടുക്കാണ്ട്, അതിനുള്ള ടൈമൊന്നുമില്ല. അപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് ഞങ്ങൾ വേഗം പോവുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.